ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അനിവാര്യമെന്ന ബി.ജെ.പി. നേതാവും മുൻ ഡി.ജി.പിയുമായ ടി.പി. സെൻകുമാർ. അയ്യപ്പന്റെ പിതൃതുല്യമായ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി കുടുംബത്തിലെ ഒരാളുടെ അറസ്റ്റ് ദുഃഖകരമാണെങ്കിൽ കൂടിയും അത് അനിവാര്യമാണെന്നായിരുന്നു സെൻകുമാറിന്റെ പ്രതികരണം. 2019 മുതൽ ഇന്ന് വരെ സന്നിധാനത്ത് നടന്ന അനിഷ്ട സംഭവങ്ങൾ ആരെയും അറിയിക്കാതിരുന്നത് തന്നെ കുറ്റകരമാണെന്ന് ടി.പി. സെൻകുമാർ പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിലാണ് സെൻകുമാർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വർഷങ്ങളോളം വിഹരിച്ചത് എങ്ങനെ? സ്വർണ്ണപ്പാളികൾ പിടിപ്പിച്ച കട്ടളകളും ദ്വാരപാലക വിഗ്രഹങ്ങളും എന്തിന് പാളികൾ മാറ്റുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. നിദ്രാദണ്ഡടക്കം മാറ്റിയിട്ടും തന്ത്രി നിശബ്ദത പാലിച്ചുവെന്ന് സെൻകുമാർ പറഞ്ഞു. തന്ത്രി ശബരിമല വാജിവാഹനം സ്വന്തമാക്കി. കുടുംബ തന്ത്രികളുടെ ജീർണതയുടെ ഉത്തമ ഉദാഹരണമാണിവ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ പ്രായശ്ചിത്തം നൽകണം. ദൈവികമായി മാത്രം ചിന്തിക്കേണ്ടവർ ഇഹലോകത്തിൽ ആസക്തരാകുമ്പോൾ ഇങ്ങനെയെല്ലാം ഭവിക്കും. സാധാരണ ഭക്തരല്ല തന്ത്രികൾ. അവർ ഏറ്റവും ഉയർന്ന ആത്മീയത പുലർത്തേണ്ടവരാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് തുഞ്ചത്തെഴുത്തച്ഛനെ ഉദ്ധരിച്ച് സെൻകുമാർ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഒടുവിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചു. ജയിലിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചു. ജയിലിലെ ആംബുലൻസിലാണ് തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് വിശദമായ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് വിവരം. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്നലെ തന്ത്രി കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്തത്. വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനു ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT നീങ്ങിയത്. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ജനറൽ ആശുപത്രിയിൽ നടന്ന വൈദ്യപരിശോധനയിൽ ഇന്നലെ തന്ത്രി ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. തന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ടാണ് SIT കോടതിയിൽ നൽകിയത്. തന്ത്രിക്ക് ദേവസ്വം മാനുവൽ ലംഘനങ്ങളിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണം ചെമ്പാക്കിയ മഹസറിൽ ഒപ്പിട്ടതും UB ഗ്രൂപ്പ് സ്വർണം പൂശിയതിനും തന്ത്രിക്ക് പങ്കുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ദേവസ്വം മാനുവൽ തന്ത്രിയുടെ ചുമതലകളും അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും വ്യക്തമാണെന്നും SIT പറയുന്നു.